ഹായ് ഹലോ വെൽക്കം ബാക്ക് ടു അവർ യൂട്യൂബ് ചാനൽ PSC തിങ്സ്. എല്ലാവർക്കും സുഖമാണെന്ന് വിചാരിക്കുന്നു. അപ്പോൾ ഇന്ന് എന്താണെന്ന് വെച്ചാൽ ഞാൻ കുറച്ച് നേരത്തെ തന്നെ വീഡിയോ അപ്ലോഡ് ചെയ്യണമെന്നൊക്കെ വിചാരിച്ചതായിരുന്നു, പക്ഷെ പറ്റിയില്ല. ഇപ്പോൾ ജോലിക്ക് പോകാൻ തുടങ്ങിയത് കൊണ്ട് തന്നെ വരാനും വൈകുന്നുണ്ട്. അപ്പോൾ അതിൻ്റെ കുറച്ച് പ്രശ്നങ്ങളൊക്കെ കാരണം കൊണ്ടാണ് വീഡിയോ ഇടാതിരുന്നത്. പിന്നെ 2 ദിവസമായിട്ട് മഴ എങ്ങനെ, അവിടെ നിങ്ങളുടെയൊക്കെ മഴയുണ്ടോ? അപ്പോൾ ഇന്ന് എന്താണെന്ന് പറയാൻ ഉദ്ദേശിച്ചതെന്ന് വെച്ചാൽ കുറച്ച് കുട്ടികൾ എന്നെക്കൊണ്ട് ചോദിച്ചിട്ടുണ്ടായിരുന്നു. ഞാൻ കോച്ചിങ്ങിന് പോയിട്ടുണ്ടായിരുന്നു, സെൽഫായിട്ടാണോ പഠിച്ചത്, എങ്ങനെയാണ് നോട്ടൊക്കെ എഴുതിയിട്ടുണ്ടായിരുന്നത്, എങ്ങനെയാണ് നോട്ട് എഴുതി പഠിച്ചത്, അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ചോദിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ അത് നിങ്ങളോട് ഷെയർ ചെയ്യുന്നതാണ് ഇന്ന് ഈ വീഡിയോ ഞാൻ ചെയ്യുന്നത്. അപ്പം ഞാൻ പഠിച്ചത് 2 വർഷത്തോളം ഞാൻ ക്ലാസ്സിന് പോയിട്ടുണ്ടായിരുന്നു. പിന്നെ അതിനുശേഷം എനിക്ക് ക്ലാസ്സിന് പോകാൻ പറ്റിയില്ല, കൊറോണ ടൈമായിരുന്നു. പിന്നെ ആ സമയത്തൊക്കെ ഞാൻ അൺഅക്കാദമി എന്നുള്ള പ്ലാറ്റ്ഫോമിൽ നിന്നാണ് പഠിച്ചുകൊണ്ടിരുന്നത്. അതൊരു ഫ്രീ ക്ലാസ് അതിലുണ്ടായിരുന്നു. അപ്പോൾ ആ ഫ്രീ ക്ലാസ്സൊക്കെ യൂസ് ചെയ്തിട്ടാണ് പഠിച്ചുകൊണ്ടിരുന്നത്. പിന്നെ എൻ്റെ റാങ്ക് ഫയലും നോട്ടൊക്കെ എടുത്തത് എങ്ങനെയാണെന്ന് വെച്ചാൽ, ഞാൻ ആദ്യം സിലബസിൽ ഏതൊക്കെയാണ് ടോപ്പിക് എന്ന് വെച്ചാൽ അത് ഞാൻ ആദ്യം റാങ്ക് ഫയലിൽ പഠിക്കും. പിന്നെ അതിനുശേഷം ക്ലാസ്സുകൾ കേൾക്കും. അപ്പോൾ ക്ലാസ്സുകൾ കേട്ടിട്ട് അറിയാത്തത് എഴുതിയെടുക്കും. അറിഞ്ഞ് തന്നെ എഴുതിക്കൊണ്ടിരുന്നാൽ നമ്മുടെ സമയം അത്രയും വേസ്റ്റ് ആവില്ലേ. 1 മണിക്കൂറിൻ്റെ ക്ലാസ് ഉണ്ടെങ്കിൽ നമ്മളത് എഴുതിയെടുക്കുമ്പോൾ ഒരു 2 മണിക്കൂറെങ്കിലും പിടിക്കും. കാരണം നമുക്ക് എന്തായാലും ക്ലാസ്സിൻ്റെ അത്രയും സ്പീഡിൽ നമുക്ക് നോട്ട് എഴുതിയെടുക്കാൻ പറ്റില്ലല്ലോ. അപ്പോൾ അതുകൊണ്ട് തന്നെ സമയമെടുക്കും. അപ്പോൾ അതുകൊണ്ട് ഞാൻ ചെയ്തിരുന്നത് റാങ്ക് ഫയലും വായിക്കും, ക്ലാസ്സും കേൾക്കും. എന്നിട്ട് അറിയാത്ത പോയിൻറ്റ്സ് മാത്രം എഴുതിയെടുക്കും. അതിൽ റാങ്ക് ഫയലിനാണെങ്കിലും അങ്ങനെ തന്നെ അറിയാത്തതൊക്കെ റൗണ്ടിട്ട് വെച്ചിട്ട് ഒരു തവണ കൂടെ വായിക്കും. എന്നിട്ടും അത് പിന്നെ അടുത്ത നെക്സ്റ്റ് ടൈം വായിക്കുമ്പോഴും നമുക്കത് കിട്ടുന്നില്ല, കൈ മറിച്ച് വെച്ചിട്ടാട്ടോ വായിക്കുക. അപ്പോൾ അത് കിട്ടുന്നില്ല എങ്കിൽ വീണ്ടും ആ നോട്ട് അതൊന്നും കൂടെ എഴുതിയെടുക്കും. എന്നിട്ട് അതിരുന്ന് പഠിക്കും. അതുപോലെ തന്നെ PYQൻ്റെ ബുക്കുണ്ട്, അത് വാങ്ങിച്ച് അതും അനുബന്ധ ക്വസ്റ്റ്യൻസ് എല്ലാം പഠിക്കും. അങ്ങനെയൊക്കെയാണ്. അപ്പോൾ അവിടെയും അറിയാത്തതൊക്കെ പോയിൻറ്റ്സ് ഉണ്ടെങ്കിൽ അതെല്ലാം എഴുതിയെടുക്കും. ക്ലാസ്സിൽ കേട്ടിട്ട് അതിലറിയാത്ത പോയിൻറ്റ്സ് ഉണ്ടെങ്കിൽ അത് എഴുതിയെടുക്കും. അങ്ങനെ അറിയാത്തതൊക്കെ എഴുതിയെടുത്തിട്ടാണ് പഠിച്ചുകൊണ്ടിരുന്നത്. നമ്മളിപ്പോൾ ഒരു ക്ലാസ് കേട്ട് അത് ഫുള്ളായി എഴുതിയെടുക്കുമ്പോൾ തന്നെ ഒരുപാട് സമയമാവും. വെറുതെ നമ്മുടെ സമയം വേസ്റ്റ് ചെയ്യേണ്ടത്, നമുക്കാണെങ്കിൽ അത്ര സമയവും ഇല്ല. അപ്പോൾ അതുകൊണ്ട് ഞാൻ അങ്ങനെയൊക്കെയാണ് പഠിച്ചുകൊണ്ടിരുന്നത്. പിന്നെ തൊഴിൽ വാർത്ത അത് എല്ലാ ആഴ്ചയും മുടങ്ങാതെ വാങ്ങും. അതിലുള്ള ഹരിശ്രീ അതെല്ലാം പഠിക്കും. അങ്ങനെയൊക്കെയാണ് ഞാൻ ഇതുവരെ പഠിച്ചുകൊണ്ടിരുന്നത്. ഇനിയിപ്പോൾ അങ്ങനെയൊക്കെ തന്നെ പോകാനാണ് ഉദ്ദേശിക്കുന്നത്. ഇനി കമ്പനി ബോർഡ് LGSഉം VFAയും ബെവ്കോയൊക്കെ ഉണ്ട്, അതും പഠിക്കണമെന്നാണ് ആഗ്രഹം. അപ്പോൾ അതിനുവേണ്ടിയുള്ള തയ്യാറെടുപ്പിലാണ്. അതുപോലെ നിങ്ങൾ ഓരോരുത്തരും അതിനുവേണ്ടി പരിശ്രമിക്കണം. അതൊക്കെയാണ് എനിക്ക് പറയാനുള്ളത്. അപ്പോൾ ഇങ്ങനെയൊക്കെയാണ് ഞാൻ പഠിച്ചുകൊണ്ടിരുന്നത്. പിന്നെ നമ്മൾ OMR എഴുതി ശീലിക്കുക, ഇതൊക്കെയാണ് ഞാൻ മുമ്പുള്ള വീഡിയോസിൽ ഇതൊക്കെ തന്നെയാണ് പറഞ്ഞത്. പിന്നെ ഓരോരുത്തർ ഡൗട്ട് ചോദിക്കുന്നത് കൊണ്ട് പുതിയ സബ്സ്ക്രൈബേഴ്സൊക്കെ അവർക്ക് ഡൗട്ട് ഉണ്ടാവും. ബിഗിനേഴ്സൊക്കെ എങ്ങനെയാണ് പഠിക്കേണ്ടത്, എങ്ങനെയാണ് ഒരു ബേസ് സെറ്റാക്കി എടുക്കുക, അങ്ങനെയൊക്കെ ചോദിക്കുന്നത് കൊണ്ടാണ് ഞാൻ വീണ്ടും അതൊരു വീഡിയോ ആയിട്ട് ചെയ്തത്. അപ്പോൾ എനിക്ക് ഇത്രേ പറയാനുള്ളൂ. പഠിക്കുക അല്ലെങ്കിൽ പിന്നെ നിങ്ങൾക്ക് റാങ്ക് ഫയൽ പഠിക്കാൻ ബുദ്ധിമുട്ടുള്ളവരാണ്. എല്ലാവർക്കും റാങ്ക് ഫയൽ പഠിക്കുക എന്ന് പറഞ്ഞാൽ ചിലപ്പോൾ അത് ഇഷ്ടപ്പെടില്ല. കാരണം ഒരുപാട് പേജുകളുണ്ട്. അപ്പോൾ അത് കാണുമ്പോൾ തന്നെ മനസ്സിലേക്കൊരു ടെൻഷനുണ്ട്, ഇത്രയൊക്കെ പഠിച്ച് തീർക്കണ്ടേ, നമ്മളെ കൊണ്ട് പറ്റുമോ. അപ്പോൾ അങ്ങനെയുള്ളവരാണെങ്കിൽ നിങ്ങൾ യൂട്യൂബ് ക്ലാസ്സസ് ഫോളോ ചെയ്തോളൂ. അപ്പോൾ അതിൽ നല്ലൊരു യൂട്യൂബ് ക്ലാസ് എടുക്കുക. പെയ്ഡ് ആണെങ്കിലും ശരി, ഫ്രീ ക്ലാസ്സസും ഇഷ്ടം പോലെ ഉണ്ട് യൂട്യൂബിലൊക്കെ. അപ്പോൾ അത് എടുക്കുക. അതിൽ അവർ ഓർഡറിൽ കൊടുത്തിട്ടുണ്ടാവുമല്ലോ, പ്ലേ ലിസ്റ്റ് നോക്കിയെന്ന് വെച്ചാൽ കാണാം. ആദ്യം എടുക്കണം, എൻ്റെ പ്ലേ ലിസ്റ്റിൽ നോക്കിയാൽ അവരത് ഓർഡറിൽ തന്നെ സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ടാവും. കേരളമാണെങ്കിൽ കേരള ചരിത്രം, കേരള ഭൂമിശാസ്ത്രം, നദികൾ, കായലുകൾ, അതുപോലെ ഇന്ത്യ ചരിത്രം, അങ്ങനെ എല്ലാം അവരൊരു ഓർഡറിൽ കൊടുത്തിട്ടുണ്ടാവും. അപ്പം നമ്മൾ ബിഗിനേഴ്സൊക്കെ ആണെങ്കിൽ ഒരു കേരളം മുതൽ ഫസ്റ്റ് തന്നെ കോൺസ്റ്റിറ്റ്യൂഷൻ അതൊന്നും എടുത്തു കഴിഞ്ഞാൽ നമുക്ക് ദഹിക്കില്ല. അപ്പോൾ ഫസ്റ്റ് തന്നെ നമ്മൾ കേരള നദികൾ, അടിസ്ഥാന വിവരങ്ങൾ, അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ പഠിച്ചു തുടങ്ങുക. അപ്പോൾ ഒരു തവണ മെല്ലെ ഇരുന്ന് കേൾക്കുകയാണെങ്കിൽ അടുത്ത തവണ നമുക്ക് 1.5x ഇട്ട് കേൾക്കാൻ പറ്റും. അത് കഴിഞ്ഞ് 2x കേൾക്കാം. അങ്ങനെ ഒരു 2-3 തവണ ക്ലാസ്സുകൾ കേട്ട് പഠിക്കുമ്പോൾ നമുക്ക് നല്ലപോലെ ഓർമ്മയുണ്ടാവും. വീണ്ടും റിവൈസ് ചെയ്താൽ മാത്രമേ നമ്മുടെ ഓർമ്മയിൽ നിൽക്കുകയുള്ളൂ. പ്രത്യേകിച്ച് ബിഗിനേഴ്സിന് ആദ്യമായിട്ട് കേൾക്കുമ്പോഴൊന്നും പെട്ടെന്ന് അങ്ങനെ ഓർമ്മ നിൽക്കില്ല എന്നാണ്. എല്ലാവർക്കും ഒരുപോലെയല്ല, ചിലർക്ക് പെട്ടെന്ന് ഗ്രാസ്പ് ചെയ്യാൻ പറ്റും, ചിലവർക്ക് പറ്റില്ല. അപ്പോൾ കുറച്ച് സ്ലോ ആയിട്ടുള്ള ആൾക്കാർ ഒരു 2-3 തവണ ക്ലാസ്സുകൾ കേൾക്കുക, പഠിക്കുക. എന്തായാലും നിങ്ങൾക്ക് ഈ ജോലി കിട്ടും, കിട്ടാതിരിക്കില്ല. അന്ന് ശുഭാപ്തി വിശ്വാസത്തോടു കൂടെ തന്നെ നമ്മൾ പഠിച്ചുകൊണ്ടിരിക്കുക. അപ്പോൾ എന്നും പറയുന്ന പോലെ ഞാൻ വീണ്ടും പറയുകയാണ്, എൻ്റെ ചാനൽ നിങ്ങൾക്ക് ഇഷ്ടപ്പെടുകയാണെങ്കിൽ
ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, കമൻറ്റ് ചെയ്യുക. അപ്പോൾ ഓക്കെ, അടുത്ത വീഡിയോയുമായി വീണ്ടും കാണാം. ബൈ.